ഗുഡ് മോർണിംഗ് ടു ഓൾ. സോ നമ്മൾ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ ബി ഫാമിൻ്റെ ഫസ്റ്റ് സബ്ജക്റ്റായ ഹ്യൂമൻ ആനട്ടോമി ആൻഡ് ഫിസിയോളജി 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാനാണ് എടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് മുന്നേ ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഹ്യൂമൻ ആനട്ടോമി ആൻഡ് ഫിസിയോളജി, അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ മൂവിങ് ടു ദി സബ്ജക്റ്റ് ഹ്യൂമൻ ആനട്ടോമി ആൻഡ് ഫിസിയോളജി. ആ പേരിൽ തന്നെ നെയിം ഇറ്റ് സെൽഫ് ഉണ്ട് അല്ലേ. ഹ്യൂമൻ നമ്മളെ മനുഷ്യ ശരീരത്തിലുള്ള സ്ട്രക്ചേഴ്സും ആ സ്ട്രക്ചേഴ്സിൻ്റെ ഫങ്ഷൻസിനെ പറ്റിയിട്ടും പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഹ്യൂമൻ ആനട്ടോമി ആൻഡ് ഫിസിയോളജി, അതർവൈസ് നോൺ ആസ് HAP എന്ന് പറയുന്നത്. നമ്മളെ ഹ്യൂമൻ ബോഡി എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു, അത് വർക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് വേണം, ഏതൊക്കെ സിസ്റ്റം വേണം, ഏതൊക്കെ പോർഷൻസ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഹ്യൂമൻ അനട്ടോമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ മൂവിങ് ടു ദി പോർഷൻ. സോ നിങ്ങളുടെ ഹ്യൂമൻ അനട്ടോമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ബോഡി. നമ്മൾ മുന്നേ പറഞ്ഞു, ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിനെ പറ്റി നമ്മൾ അതിൻ്റെ അനട്ടോമി ആൻഡ് ഫിസിയോളജി പഠിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഹ്യൂമൻ ബോഡീനെ പറ്റി അറിയണം അല്ലേ. ഹ്യൂമൻ ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അത് ഏതൊക്കെ ലെവലിലാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അത് വർക്ക് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെ, അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ മാത്രമേ ഹ്യൂമൻ ബോഡി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. സോ ആ ഒരു ഹ്യൂമൻ ബോഡി എന്താണെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. സോ അതാണ് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ഹ്യൂമൻ ബോഡിയിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ആവുന്നത് 2 ബ്രാഞ്ചസോടെയാണ്, അനട്ടമി ആൻഡ് ഫിസിയോളജി. ഈ 2 ബ്രാഞ്ചസ് ആണ് ഹ്യൂമൻ ബോഡിനെ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യാനും ഫങ്ഷൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. സോ അനട്ടോമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്നത് 2 ബ്രാഞ്ചസ് ഓഫ് ഹ്യൂമൻ ബോഡി ദാറ്റ് ബിഗിൻസ് ദി ഹ്യൂമൻ ബോഡി ഫങ്ഷൻസ്. ഹ്യൂമൻ ബോഡിയുടെ ഫങ്ഷൻസും സ്ട്രക്ചേഴ്സും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ 2 ബ്രാഞ്ചസ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവണം. അതാണ് അനട്ടോമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്നത്. These are the 2 branches of science. This provides the foundation for understanding the body's parts and functions. നമ്മളെ ബോഡിയുടെ പാർട്സിനെ പറ്റിയിട്ടും ഫങ്ഷൻസിനെ പറ്റിയിട്ടും ഒരു ബേസിക് ഇൻഫർമേഷൻസ് തരുന്നതാണ് അനട്ടോമി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഫിസിയോളജി എന്ന് പറയുന്ന 2 ബ്രാഞ്ചസ്. സോ മൂവിങ് ടു വാട്ട് ഈസ് അനട്ടോമി ആൻഡ് ഫിസിയോളജി. അനട്ടോമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് കട്ടിങ്. അനട്ടോമി എന്ന് പറയുന്നത് സയൻസിൽ ബ്രാഞ്ച് ഓഫ് സയൻസ് that provides the body structures and the relationships among them. നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ആ സ്ട്രക്ചേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് അനാട്ടോമി അല്ലെങ്കിൽ പ്രോസസ് ഓഫ് കട്ടിങ് എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് പറയാൻ പറ്റും, അനട്ടോമി മീൻസ് എന്താ, ഡൈസെക്ഷൻ അല്ലേ. ഒരു ബോഡീനെ ഡൈസെക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് രണ്ടായി ഭാഗിച്ചാൽ അതിനുള്ളിലുള്ള സ്ട്രക്ചേഴ്സ്, ആ സ്ട്രക്ചേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എങ്ങനെയൊക്കെ അവരത് ഉള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അല്ലേ, എങ്ങനെയൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അവരുടെ ഓർഡർ എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ്സ്, ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് അനാട്ടോമി എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ടേം ഈസ് ഫിസിയോളജി. ഫിസിയോളജി മീൻസ് സ്റ്റഡി ഓഫ് നാച്ചർ. നമ്മൾ മുന്നേ പറഞ്ഞു, നമ്മളെ ബോഡിയിൽ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ആ അറേഞ്ച്മെൻറ്റ്സ് പഠിക്കുന്നതാണ് അനട്ടോമി. സോ ഫിസിയോളജി എന്ന് പറയുന്നത് ആ സ്ട്രക്ചേഴ്സ് എങ്ങനെയൊക്കെ നമ്മളെ ബോഡിയിൽ വർക്ക് ചെയ്യിക്കുന്നു, ബോഡി പാർട്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ആ ബോഡിയിലുള്ള സ്ട്രക്ചേഴ്സിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഫിസിയോളജി. അനട്ടോമി എന്ന് പറയുന്നത് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പഠനം. ഫിസിയോളജി എന്ന് പറയുന്നത് ആ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ആ ബോഡിയിലുള്ള സ്ട്രക്ചേഴ്സ് എങ്ങനെയൊക്കെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് നോക്കുന്നതാണ് ഫിസിയോളജി. സോ ഒരു ഹ്യൂമൻ ബോഡി ഫങ്ഷനും സ്ട്രക്ചേഴ്സും ഫങ്ഷനും ചെയ്യണമെങ്കിൽ 2 ബ്രാഞ്ചസ് ആണ്. അനട്ടോമി ആൻഡ് ഫിസിയോളജി എന്ന് പറഞ്ഞ 2 ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമൻ ബോഡിനെ പറ്റി അറിയുവാൻ പറ്റും അല്ലേ. ഹ്യൂമൻ ബോഡിയുടെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അനട്ടോമി അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഫിസിയോളജിയും അറിഞ്ഞിരിക്കണം. അങ്ങനെ അനട്ടോമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്നത് നമ്മളെ സയൻസിൻ്റെ 2 ബ്രാഞ്ചസ്, നമ്മളെ ഹ്യൂമൻ ബോഡിയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് തരുന്ന 2 ബ്രാഞ്ചസ് ആണ് അനട്ടോമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്നത്. ഈ അനട്ടോമി ആൻഡ് ഫിസിയോളജി നമ്മൾ പറഞ്ഞു അല്ലേ, അതിൻ്റെ ഡെഫിനിഷൻസും നമ്മൾ പറഞ്ഞു.
എന്താണ് നമ്മളുടെ അനട്ടമി ആൻഡ് ഫിസിയോളജിയിലുള്ള സ്കോപ്പ് ഓഫ് അനട്ടമി ആൻഡ് ഫിസിയോളജി, അതാണ് ഇനി പറയാൻ പോകുന്നത്. അനട്ടമി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്, ഫിസിയോളജി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ചാണ്. സോ അനട്ടമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന രണ്ട് ബ്രാഞ്ചസും നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും, ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഇപ്പോൾ അനട്ടമി, ഫസ്റ്റ് നമ്മൾ അനട്ടമി നോക്കുകയാണെങ്കിൽ അനട്ടമീൻ്റെ ഉള്ളിൽ വരുന്ന ഒരുപാട് ബ്രാഞ്ചസ് ആണ് എംബ്രിയോളജി എന്ന് പറയുന്നത്. എന്താണ് എംബ്രിയോളജി, അല്ലെങ്കിൽ എന്താണ് എംബ്രിയോ എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് എംബ്രിയോനെ പറ്റിയിട്ടാണ് നമ്മൾ എംബ്രിയോളജി എന്ന് പറയുന്നത് അല്ലേ. എന്താണ് എംബ്രിയോ, നിങ്ങൾ ബയോളജി ഓൾറെഡി സയൻസ് +2 സയൻസ് ബയോളജി ഒക്കെ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ എംബ്രിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഒരു ഹ്യൂമൻ എഗ്ഗ് ഫെർട്ടിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ 8 വീക്സിൽ പറയുന്ന പേരാണ് എംബ്രിയോ എന്നല്ലേ. എംബ്രിയോ എന്ന് പറയുന്നത് ഹ്യൂമൻ എഗ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ എഗ് അല്ലേ, ഡെവലപ്മെൻറ്റ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ എഗ്. ആദ്യത്തെ 8 ആഴ്ച കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഹ്യൂമൻ എഗ്ഗിനെയാണ് നമ്മൾ എംബ്രിയോ എന്ന് പറയുന്നത്. ആ എംബ്രിയോസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എംബ്രിയോളജി. സോ അനട്ടമി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനട്ടമി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എംബ്രിയോളജിനെ പറ്റി അറിയാൻ പറ്റും അല്ലേ. സെക്കൻഡ് വൺ ഡെവലപ്മെൻറ്റൽ ബയോളജി, അതായത് ഒരു ഇൻഡിവിജ്വൽ ഫെർട്ടിലൈസേഷൻ സ്റ്റാർട്ടിങ് ഫ്രം ഫെർട്ടിലൈസേഷൻ ടു ഡെത്ത് ഒരു ഇൻഡിവിജ്വലിൻ്റെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് നമുക്ക് പഠിക്കാൻ പറ്റും, അതാണ് ഡെവലപ്മെൻറ്റൽ ബയോളജി എന്ന് പറയുന്നത്. മൂന്നാമത് സെൽ ബയോളജി പഠിക്കാൻ പറ്റും അല്ലേ. ഒരു സെല്ല്, നമ്മുടെ ബോഡി ഉണ്ടായിരിക്കുന്ന ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സെല്ലാണ്. സോ ആ സെല്ലുലാർ സ്ട്രക്ചേഴ്സും ഫങ്ഷൻസും നമുക്ക് പഠിക്കാൻ പറ്റും. ആ സെല്ലുലാർ ഫങ്ഷൻസും സ്ട്രക്ചേഴ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഫോർത്ത് വൺ ഈസ് ഹിസ്റ്റോളജി. ഹിസ്റ്റോളജി നമുക്ക് ഒരു അനട്ടമി എന്ന് പറയുന്നൊരു പോർഷൻ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അനട്ടമിൻ്റെ കീഴിൽ നമുക്ക് ഹിസ്റ്റോളജി പഠിക്കാൻ പറ്റും അല്ലേ. ഹിസ്റ്റോളജി എന്ന് വെച്ചാൽ എന്താ, സ്റ്റഡി ഓഫ് ടിഷ്യൂസ് അല്ലേ, മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് ഓഫ് ടിഷ്യൂസ്, നമ്മുടെ ബോഡിയിലുള്ള ടിഷ്യൂസിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഗ്രോസ് അനട്ടമി പഠിക്കാൻ പറ്റും അല്ലേ, അതായത് വിത്തൗട്ട് എ മൈക്രോസ്കോപ്പ് ഒരു സ്ട്രക്ചേഴ്സ് നമുക്ക് എങ്ങനെ എക്സാമിൻ ചെയ്യാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും. സിസ്റ്റമിക് അനട്ടമി പഠിക്കാൻ പറ്റും, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന വർക്കിങ്സ് അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്, സിസ്റ്റത്തിലുള്ള സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് സിസ്റ്റമിക് അനാട്ടമി പഠിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ റീജിയണൽ അനാട്ടമി, ഓരോ റീജിയൻസും നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലുള്ള ഓരോ റീജിയൻസിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. സർഫേസ് അനാട്ടമി, അതായത് നമ്മുടെ ബോഡിയുടെ എക്സ്റ്റീരിയർ പോർഷൻസ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇമേജിംഗ് അനാട്ടമി അറിയാൻ പറ്റും. എന്താ ഇമേജിംഗ് അനാട്ടമി, നമ്മുടെ ബോഡിയിലുള്ള സ്ട്രക്ചേഴ്സ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അല്ലേ, ബൈ യൂസിങ് എക്സ്റേസ്, MRIs, CT സ്കാൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ടെക്നിക്സ് കൊണ്ട് നമുക്ക് നമ്മളെ അനാട്ടമി ഇമേജിങ് ചെയ്യാൻ പറ്റും. പാത്തോളജിക്കൽ അനാട്ടമി അറിയാൻ പറ്റും, അതായത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ സ്ട്രക്ചറൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഒരു അനാറ്റോമിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. എംബ്രിയോളജി നമുക്ക് അറിയാൻ പറ്റും, ഡെവലപ്മെൻറ്റൽ ബയോളജി പഠിക്കാൻ പറ്റും, സെൽ ബയോളജി പഠിക്കാൻ പറ്റും, ഹിസ്റ്റോളജി പഠിക്കാൻ പറ്റും, ഗ്രോസ് അനാട്ടമി പഠിക്കാൻ പറ്റും, സിസ്റ്റമിക് അനാട്ടമി പഠിക്കാൻ പറ്റും, റീജിയണൽ അനാട്ടമി പഠിക്കാൻ പറ്റും, സർഫേസ് അനാട്ടമി അറിയാൻ പറ്റും, ഇമേജിംഗ് അനാട്ടമി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, പാത്തോളജിക്കൽ അനാട്ടമി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് അനാട്ടമി ബ്രാഞ്ച് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് സ്കോപ്പുകൾ അല്ലെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് യൂസസ്. ഇനി സെക്കൻഡ് ബ്രാഞ്ചാണ് ഫിസിയോളജി. ഫിസിയോളജി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിസിയോളജി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സ്കോപ്പുകളുള്ളതെന്ന് വെച്ചാൽ ന്യൂറോ ഫിസിയോളജി അറിയാൻ പറ്റും. ന്യൂറോൺസ് എന്ന് വെച്ചാൽ എന്താ, ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് നെർവ് സെൽസ്, നമ്മളെ നെർവ് സെൽസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻഡോക്രൈനോളജി എന്ന് വെച്ചാൽ എന്താ, ഹോർമോൺസിനെ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഹോർമോൺസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ആ ഹോർമോൺസ് എങ്ങനെയൊക്കെ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാർഡിയോവാസ്കുലാർ ഫിസിയോളജി അറിയാൻ പറ്റും. നമ്മളെ ഹാർട്ട് അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെ ഫങ്ഷൻസ് ആണ് കാർഡിയോവാസ്കുലാർ ഫിസിയോളജി കൂടെ നമ്മൾ പഠിക്കുന്നത്. ഇമ്മ്യൂണോളജി മനസ്സിലാക്കാൻ പറ്റും, അതായത് നമ്മളൊരു ഡിസീസ്, നമ്മുടെ ശരീരത്തിൽ ഒരു അസുഖം ഉണ്ടായാൽ നമ്മൾ ആ ബോഡി എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു നമുക്ക് പഠിക്കാൻ പറ്റും. റെസ്പിറേറ്ററി ഫിസിയോളജി അറിയാൻ പറ്റും, നമ്മൾ എങ്ങനെയൊക്കെ ബ്രീത്ത് ചെയ്യുന്നു, വാട്ട് ആർ ദ ഫങ്ഷൻസ് ബിഹൈൻഡ് ദി ബ്രീത്തിങ്, വാട്ട് ആർ ദ മെത്തേഡ്സ് ബിഹൈൻഡ് ദി ബ്രീത്തിങ്, അങ്ങനെയൊക്കെ നമുക്ക് റെസ്പിറേറ്ററി ഫിസിയോളജി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. റീനൽ ഫിസിയോളജി എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് കിഡ്നീസ്, നമ്മൾ കിഡ്നി എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, നമ്മൾ കിഡ്നി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന യൂസസ് എന്തൊക്കെയാണ്, കിഡ്നിയുടെ മെക്കാനിസം എന്തൊക്കെയാണെന്ന് നമുക്ക് റീനൽ ഫിസിയോളജി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എക്സസൈസ് ഫിസിയോളജി, നമ്മളെ സെൽസിലും ഓർഗൻസിലും ഉണ്ടാകുന്ന ചേഞ്ചസ്, മസ്കുലർ ആക്ടിവിറ്റീസ്, മൂവ്മെൻറ്റ്സ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സസൈസ് ഫിസിയോളജി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും.
പാത്തോഫിസിയോളജി, അതായത് ഡിസീസസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫങ്ഷണൽ ചേഞ്ചസ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഒരു ഫിസിയോളജി എന്ന് പറയുന്നൊരു ബ്രാഞ്ച് നമുക്ക് മനസ്സിലാക്കിയാൽ ഇത്രയും സ്കോപ്പ് അല്ലെങ്കിൽ ഇത്രയും യൂസസ് നമുക്ക് അതിനെ കൊണ്ടുണ്ട്. ന്യൂറോ ഫിസിയോളജി അറിയാൻ പറ്റും, എൻഡോക്രൈനോളജി അറിയാൻ പറ്റും, കാർഡിയോവാസ്കുലർ ഫിസിയോളജി മനസ്സിലാക്കാൻ പറ്റും, ഇമ്മ്യൂണോളജി മനസ്സിലാക്കാൻ പറ്റും, റെസ്പിറേറ്ററി ഫിസിയോളജി അറിയാൻ പറ്റും, റീനൽ ഫിസിയോളജി അറിയാൻ പറ്റും, എക്സസൈസ് ഫിസിയോളജി മനസ്സിലാക്കാൻ പറ്റും, പാത്തോഫിസിയോളജി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് സ്കോപ്പ് ഓഫ് അനറ്റമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ ഇത്രയും നേരം എന്താണ് ഹ്യൂമൻ ബോഡി നമുക്ക് പഠിക്കണമെങ്കിൽ എന്തൊക്കെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ പഠിച്ചു. അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ ഡെഫിനിഷനും പഠിച്ചു. നെക്സ്റ്റ് ഈസ് ലെവൽസ് ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആൻഡ് ബോഡി സിസ്റ്റം. ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടാവണമെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആ സ്ട്രക്ചേഴ്സ് ഓർഗനൈസ് ചെയ്യണം, അല്ലെങ്കിൽ ആ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഏതൊക്കെ ലെവലാണ് നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ എന്തൊക്കെ ബോഡി സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ട്, മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ ബോഡി സിസ്റ്റം ഉണ്ടെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ ഒരു ഓർഗനൈസേഷൻ, നമ്മളെ ബോഡി ഒരു ഹ്യൂമൻ ബോഡി ആയിട്ട് മാറണമെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം അല്ലേ. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം കെമിക്കൽ ഓർഗനൈസേഷൻ. ഫസ്റ്റ് പറയുന്നത് കെമിക്കൽ ഓർഗനൈസേഷൻ. കെമിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ആറ്റംസ് അതുപോലെ തന്നെ മോളിക്യൂൾസ്, കോമ്പിനേഷൻ ഓഫ് ആറ്റംസ്. സ്റ്റാർട്ടിങ് നമ്മളെ കെമിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിൽ എന്ത് വേണം? ആറ്റംസ് വേണം അല്ലേ, ആറ്റംസ് വേണം. ഈ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലാംഗ്വേജ് ഉണ്ടാവണമെങ്കിൽ ആ ലാംഗ്വേജിന് നമുക്ക് ലെറ്റേഴ്സ് വേണം. ലെറ്റേഴ്സ് വേർഡ്സ് ആവണം, വേർഡ്സ് സെൻറ്റൻസ് ആക്കി മാറ്റണം, സെൻറ്റൻസ് പാരഗ്രാഫ് ആക്കി മാറ്റണം. അങ്ങനെ ഒരു കംപ്ലീറ്റ് ലാംഗ്വേജ് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഹ്യൂമൻ ബോഡി ഓർഗനൈസ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടിങ് കെമിക്കൽസ് വേണം. കെമിക്കൽസ് കഴിഞ്ഞാൽ സെൽസ് ആവണം, സെൽസ് ടിഷ്യൂസ് ആവണം, ടിഷ്യൂസ് ഓർഗൻസ് ആവണം, ഓർഗൻസ് ഓർഗൻ സിസ്റ്റം ആവണം, ഓർഗൻ സിസ്റ്റം ഓർഗാനിസം സിസ്റ്റം ആവണം അല്ലേ. അങ്ങനെ 6 രീതിയിലായിരിക്കണം ആ ലെവൽസ് വേണ്ടത്. സോ സ്റ്റാർട്ടിങ് കെമിക്കൽസ് അല്ലേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കെമിക്കൽസ് ആണ്. കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ആയിട്ട് മാറണം. അതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആറ്റംസ്, ഫസ്റ്റ് വൺ ഈസ് കെമിക്കൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നമ്മളെ ബോഡിയിൽ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ആയിട്ട് മാറണം. നമുക്കറിയാം നമ്മളെ ബോഡിയിൽ കുറേ ആറ്റംസ് ഉണ്ട് അല്ലേ. 1 or more ആറ്റംസ് ജോയിൻ ടുഗദർ ടു ഫോം മോളിക്യൂൾസ്. എന്തൊക്കെ മോളിക്യൂൾസ് ആണുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ ആറ്റംസ് ആണുള്ളത്? കാർബൺ അല്ലേ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ. ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആറ്റംസ് ആണ് ഇത്രയും ആൾക്കാർ. എന്തൊക്കെയാണ്? കാർബൺ വേണം, ഹൈഡ്രജൻ വേണം, ഓക്സിജൻ വേണം, നൈട്രജൻ വേണം, ഫോസ്ഫറസ് വേണം, കാൽഷ്യം ആൻഡ് സൾഫർ. ഇതൊക്കെയാണ് ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആറ്റംസ്. ദീസ് ആറ്റംസ് ആർ കമ്പൈൻഡ് ടു ഫോം മോളിക്യൂൾസ്. 2 അതിൽ കൂടുതലോ ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ആയിട്ട് മാറും. അങ്ങനെ മോളിക്യൂൾസ് ആയിട്ട് മാറുന്ന മെയിൻലി ടു ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. നിങ്ങൾ പഠിച്ചു കാണും, DNA ആൻഡ് RNA അല്ലേ. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും റൈബോ ന്യൂക്ലിക് ആസിഡും. അങ്ങനെ 2 മോളിക്യൂൾസ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന 2 മോളിക്യൂൾസ് ആണ് DNA ആസ് വെൽ ആസ് RNA എന്ന് പറയുന്നത്. സോ ഒരു ബേസിക് ആയിട്ട് ഒരു സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ്റെ ബേസിക് ലെവൽ എന്ന് പറയുന്നത് കെമിക്കൽ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ കെമിക്കൽ ഓർഗനൈസേഷൻ നമുക്ക് എന്ത് വേണം? ആറ്റംസ് വേണം. ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ആവണം. അതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ. സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ ആണ് അടുത്തത്. സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും, സെൽസ് ആർ ദി ബേസിക് ലൈഫ് ഓഫ് യൂണിറ്റ് അല്ലേ. നമ്മളെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസ് ആണ്. സെല്ലുലാർ ലെവൽ എന്ന് പറയുമ്പോൾ ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഉണ്ടായി. സോ ദിസ് മോളിക്യൂൾസ് ആർ കമ്പൈൻ ടു ഫോം സെൽ, ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആസ് വെൽ ആസ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസ് ആണ്. സെൽസ് ഉണ്ടാകുന്നത് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലേ. കമ്പോസ്ഡ് ഓഫ് കെമിക്കൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് സെൽസ് ഉണ്ടാകുന്നത്.
സോ സെക്കൻഡ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെൽസ് ഉണ്ടാവുകയാണ്. തേർഡ് എന്ന് പറയുന്നത് സെൽസിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ മസിൽ സെൽസ് ഉണ്ട്, നെർവ് സെൽസ് ഉണ്ട്, എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. സോ ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഓരോരോ ആക്ഷൻസ് ഉണ്ടാവുന്നത് അല്ലേ. സോ സെക്കൻഡ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അതർവൈസ് നോൺ എ സെൽസ്. തേർഡ് വൺ ഈസ് ടിഷ്യൂസ് അല്ലേ. ഈ സെൽസ് ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസായി, മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് സെൽസായി. തേർഡ് വൺ ഈസ് cells, a group of cells with a similar structure and functions are combined to form tissues. ഒരേപോലത്തെ സ്ട്രക്ചേഴ്സും ഒരേപോലത്തെ ഫങ്ഷൻസും ഉള്ള സെൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത് അല്ലേ. ടുഗദർ ടു പെർഫോം എ പെർട്ടിക്കുലർ ഫങ്ഷൻ. ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ സ്ട്രക്ചേഴ്സും ഒരേ ഫങ്ഷൻസും ഉള്ള സെൽസ് കമ്പൈൻ ചെയ്തിട്ട് ടിഷ്യൂസ് ആയിട്ട് ഫോം ചെയ്യും. എക്സാമ്പിൾസ് ഓഫ് ടിഷ്യൂസ് ആർ എപ്പിത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂസ്, മസിൽ ടിഷ്യൂസ്, നെർവസ് ടിഷ്യൂസ്, അങ്ങനെ ഒരുപാട് ടിഷ്യൂസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഒക്കെ ആണെങ്കിൽ ഓർഗൻസ്, ക്യാവിറ്റീസ്, ഗ്ലാൻസിലൊക്കെ ആയിരിക്കും എപ്പിത്തീലിയൽ ടിഷ്യൂസ് കാണുന്നുണ്ടാവുക. കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ ഫങ്ഷൻസ് എന്താ? സപ്പോർട്ട് ചെയ്യുക അല്ലേ. കണക്ട്, സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് ദി ബോഡി ഓർഗൻസ്. നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസിനെ കണക്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. അങ്ങനെ ഓരോ ടിഷ്യൂസിനും ഓരോ ഫങ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ സെൽസ്, എ ഗ്രൂപ്പ് ഓഫ് സെൽസ് കമ്പൈൻ ചെയ്ത് ടിഷ്യൂസ് ആയിട്ട് മാറണം. അതാണ് തേർഡ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ഈസ് ഓർഗൻ ലെവൽ അല്ലേ. ഓർഗൻ ആണ് അടുത്തത്. സോ കെമിക്കൽസ് ലൈക്ക് ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസായി, മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് സെൽസായി, സെൽസ് കമ്പൈൻ ചെയ്ത് ഗ്രൂപ്പ് ഓഫ് സെൽസ് കമ്പൈൻ ചെയ്തിട്ട് ടിഷ്യൂസായി, ടിഷ്യൂസ് 2 or more ടിഷ്യൂസ് കമ്പൈൻ ടു പെർഫോം one or more കോമൺ ഫങ്ഷൻ. അതാണ് ഓർഗൻ അല്ലേ. ലൈക്ക് ഐ, സ്കിൻ, സ്റ്റൊമക്, ഹാർട്ട്, കിഡ്നി, ബോൺസ്, ലിവർ, ലങ്സ്, അങ്ങനെ ഒരുപാട് ഓർഗൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഈ ഗ്രൂപ്പ് ഓഫ് സെൽസ് കമ്പൈൻ ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടിഷ്യൂ ആയിട്ട് മാറും. ആ ടിഷ്യൂസ് 2 or more ടിഷ്യൂസ് വർക്ക് ടുഗെദർ ടു പെർഫോം വൺ കോമൺ ഫങ്ഷൻ. അതാണ് എക്സാമ്പിൾസ്. ഓർഗൻസ് ആണ് അത് കമ്പൈൻ ചെയ്തിട്ട് ഓർഗൻസ് ആണ് ഫോം ചെയ്യുന്നത്. ഓർഗൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഐ, സ്കിൻ, സ്റ്റൊമക്, ഹാർട്ട്, അങ്ങനെ ഒരുപാട് ഓർഗൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ആണ് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ സ്റ്റൊമക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ സ്റ്റൊമക്കിൽ ഒരുപാട് ടിഷ്യൂസ് ഉണ്ട് അല്ലേ. സെവറൽ ടിഷ്യൂസ് ആർ പ്രസൻറ്റ് ഇൻ സ്റ്റൊമക്ക്. എന്തൊക്കെയാ? എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ആണ് അല്ലേ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഔട്ടർ ലെയർ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉപയോഗിക്കുന്നത്. കണക്റ്റീവ് ടിഷ്യൂസ് ആണെങ്കിലോ ഫ്രിക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അങ്ങനെ ഓരോ ടിഷ്യൂസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഓരോ ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഓർഗൻ എന്ന് പറയുന്നത് അല്ലേ. ആ ഓർഗന് കോമൺ ഫങ്ഷൻ വേറെ ഉണ്ടാവും. സോ ദിസ് ഇസ് ദി ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഫോർത്ത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഫിഫ്ത്ത് എന്ന് പറയുന്നത് സിസ്റ്റം. ഈ ഓർഗൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് സിസ്റ്റം ഉണ്ടാവുന്നത്. ഓർഗൻസ് ആർ കമ്പൈൻ ടു ഫോം സിസ്റ്റം. ഈ സിസ്റ്റം വൺ ഓഫ് ദി കോമൺ ഫങ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലേ. നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, മസ്കുലാർ സിസ്റ്റം ഉണ്ട്, എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഓരോ സിസ്റ്റം ഉണ്ട്. ഈ ഓർഗൻസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണം? സ്റ്റാർട്ടിങ് ഫ്രം മൗത്ത് അല്ലേ. മൗത്ത്, സലൈവറി ഗ്ലാൻഡ്സ്, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ലിവർ, ഗോൾ ബ്ലേഡർ, പാൻക്രിയാസ്, അങ്ങനെ ഒരുപാട് ഓർഗൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് സിസ്റ്റം ഉണ്ടാവുന്നത്. ആ സിസ്റ്റത്തിനും ഒരു കോമൺ ഫങ്ഷൻ ഉണ്ടാവും അല്ലേ. വാട്ട് ഈസ് ദ കോമൺ ഫങ്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം? ഡൈജഷൻ അല്ലേ. നമ്മൾ കഴിക്കുന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ കഴിക്കുന്ന പാർട്ടിക്കിൾസിനെ ഡൈജസ്റ്റ് ചെയ്ത് വേറൊരു ഫോമിലേക്ക് മാറ്റുന്ന ഫങ്ഷനാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനുള്ളത് അല്ലേ. അങ്ങനെ ഒരു ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു ഓർഗൻ കൊണ്ട് മാത്രം നടക്കുമോ? ഒരിക്കലുമില്ല. ഒരുപാട് ഓർഗൻസ് കമ്പൈൻ ചെയ്ത് സ്റ്റാർട്ടിങ് ഫ്രം മൗത്ത് ടു എൻഡിങ് ഏനസ് അല്ലേ. അത്രയും ഓർഗൻസ് വർക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോം ചെയ്യാൻ പറ്റൂ. ദാറ്റ് ഈസ് ദി സിസ്റ്റം ലെവൽ. ലാസ്റ്റ് വൺ ഈസ് ഓർഗാനിസം ലെവൽ അല്ലേ. ഓർഗാനിസം ലെവൽ എന്താ? ഒരു കംപ്ലീറ്റ് ഓർഗാനിസമായിട്ട് മാറുകയാണ് അല്ലേ. എല്ലാം കൂടി സ്റ്റാർട്ടിങ് ഫ്രം കെമിക്കൽ, സെൽ, ടിഷ്യൂ, ഓർഗൻ, സിസ്റ്റം. ലാസ്റ്റ് വൺ ഈസ് ഓർഗാനിസം ലെവൽ. ഒരു ഓർഗൻ അവിടെ, ഒരു ലിവിങ് ഇൻഡിവിജ്വൽ അവിടെ ഫോം ചെയ്യാണ്. അങ്ങനെ ഇത്രയും ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നടന്നാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ബോഡി നമുക്ക്, ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ ബോഡി, വാട്ട് എവർ ഹ്യൂമൻ അല്ല, ഒരു കംപ്ലീറ്റ് ബോഡി നമുക്ക് ഫോം ചെയ്യാൻ പറ്റും.
ദിസ് ഈസ് ദി ലെവൽസ് ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അവർ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ്റെ 5 അല്ലെങ്കിൽ 6 ലെവൽസാണ് നമ്മൾ പറയുന്നത്. കെമിക്കൽസ്, സെല്ലുലാർ, ടിഷ്യൂ, ഓർഗൻ, സിസ്റ്റം ആൻഡ് ഓർഗാനിസം. സിസ്റ്റം ഓർഗാനിസം നമ്മൾ ഒരുമിച്ച് ഓർഗൻ സിസ്റ്റം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 5 ലെവൽസ് ആണ് ഉള്ളത്. സ്റ്റാർട്ടിങ് ഫ്രം കെമിക്കൽ അല്ലേ, ആറ്റംസ് ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ആവും, മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് സെല്ലാവും. ദിസ് ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ആ സെൽ കമ്പൈൻ ചെയ്ത് ടിഷ്യൂസ് ആവും, ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ഓർഗൻ ആവും, ഓർഗൻ കമ്പൈൻ ചെയ്ത് സിസ്റ്റം ആവും, സിസ്റ്റം കമ്പൈൻ ടു ഫോം എ ഓർഗാനിസം. ദിസ് ഈസ് ദി ലെവൽസ് ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. മൂവിങ് ടു സിസ്റ്റം ഓഫ് ദ ബോഡി. സിസ്റ്റം ഓഫ് ദ ബോഡിയാണ് നമ്മൾ അടുത്ത പഠിക്കുന്നത്. സിസ്റ്റം ഓഫ് ദ ബോഡിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് സിസ്റ്റംസ് നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലേ. നമ്മളൊരു ഹ്യൂമൻ ബോഡി ഫോം ചെയ്യണമെങ്കിൽ ഒരുപാട് സിസ്റ്റം, ആ സിസ്റ്റത്തിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ 11 ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. 11 ടൈപ്സ് ഓഫ് സിസ്റ്റം നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സിസ്റ്റം ഓഫ് ദ ബോഡി ഈസ് ഇൻറ്റെഗുമെൻ്ററി സിസ്റ്റം. ഇൻറ്റെഗുമെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ബോഡീനെ കവർ ചെയ്യുന്ന എക്സ്റ്റേണൽ പോർഷനെ പറ്റിയിട്ടുള്ള സ്റ്റഡി, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഇൻറ്റെഗുമെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നു. എന്താണ് നമ്മളെ ബോഡീനെ കവർ ചെയ്യുന്നത്? ആസ് യൂഷ്വൽ സ്കിൻ അല്ലേ, നമ്മളെ ബോഡീനെ കംപ്ലീറ്റ് കവർ ചെയ്യുന്നൊരു സ്ട്രക്ചറാണ്, ഒരു ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത് അല്ലേ. സ്കിന്ന് ഹെയർ ആവാം, നമ്മൾ ഹെയേഴ്സ്, സ്കിൻ ആൻഡ് അസോസിയേറ്റഡ് ഗ്ലാൻസ് ആവാം, ഫിംഗർ നെയിൽസ്, ടോ നെയിൽസ്, ഇതൊക്കെ ഇൻറ്റെഗുമെൻ്ററി സിസ്റ്റത്തിൽ വരുന്നതാണ്. ദിസ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ അല്ലേ, നമ്മളെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. ഡീപ്പർ ടിഷ്യൂസിനെ ഇഞ്ചുറീസ് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം ഉള്ളിലേക്ക് അധികം ഇഞ്ചേർഡ് ആവാതെ നമ്മളെ സ്കിൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. ഈസ് എ സൈറ്റ് ഓഫ് ക്യൂട്ടേനിയസ്, അതുപോലെ തന്നെ റിസപ്റ്റേഴ്സ്, സ്വെറ്റ്, ഓയിൽ ഗ്ലാൻഡ്സ് അല്ലേ. ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ഗ്ലാൻഡ്സ്, ക്യൂട്ടേനിയസ് റിസപ്റ്റേഴ്സ്, സ്വെറ്റ് ഗ്ലാൻഡ്സ്, ഓയിൽ ഗ്ലാൻഡ്സ് ഒക്കെ ഉണ്ടാവുന്നത് ഈ ഇൻറ്റെഗുമെൻ്ററി സിസ്റ്റത്തിലാണ്. സെക്കൻഡ് വൺ ഈസ് സ്കെലറ്റൽ സിസ്റ്റം. സ്കെലറ്റൽ സിസ്റ്റം എന്താണ്? ബോൺസ് ആൻഡ് ജോയിൻറ്റ്സ് അല്ലേ. ബോൺസ്, കാർട്ടിലേജസ്, ജോയിൻറ്റ്സ്, അതൊക്കെ സ്കെലറ്റൽ സിസ്റ്റത്തിൽ വരുന്ന ഓർഗൻസ് ആണ്. ഇറ്റ് സപ്പോർട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി അല്ലേ. എന്താ ബോൺസിൻ്റെയും അതുപോലെ തന്നെ ജോയിൻറ്റ്സിൻ്റെ ഒക്കെ മെയിൻ ഫംഗ്ഷൻ? നമ്മളെ ബോഡീനെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് ബോൺസ് ആൻഡ് ജോയിൻറ്റ്സ്. നമ്മളൊന്ന് കൈ അനക്കണമെങ്കിൽ, കാൽ അനക്കണമെങ്കിൽ, തലയൊന്ന് ജസ്റ്റ് ചെരിക്കണമെങ്കിൽ നമുക്ക് എന്തിനു സഹായം വേണം? ബോൺസിൻ്റെയും അതുപോലെ തന്നെ ജോയിൻറ്റ്സിൻ്റെയും ഹെൽപ്പ് വേണം അല്ലേ. ഇറ്റ് ഹെൽപ്സ് ദി ബോഡി മൂവ്മെൻറ്റ്സ്. നമ്മളെ ബോഡീനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ബോൺസും ജോയിൻറ്റ്സും. ഇറ്റ് പ്രൊവൈഡ് സർഫസ് ഏരിയ ഫോർ മസിൽ അറ്റാച്ച്മെൻറ്റ്സ്. മസിൽസ് തമ്മിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ സ്കെലറ്റൽ സിസ്റ്റം വേണം, അല്ലെങ്കിൽ ബോൺസ് വേണം, ജോയിൻറ്റ്സ് വേണം അല്ലേ. ഇറ്റ് പ്രൊവൈഡ് സർഫസ് ഏരിയ ഫോർ മസിൽ അറ്റാച്ച്മെൻറ്റ്സ്. അതാണ് സെക്കൻഡ് സിസ്റ്റം, സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് മസ്കുലാർ സിസ്റ്റം അല്ലേ. നമ്മളെ ബോഡി മൂവ് ചെയ്യണമെങ്കിൽ മസിൽസിൻ്റെ ഹെൽപ്പ് വേണം. മെയിൻലി മസ്കുലാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എന്താ? മസിൽസ് അല്ലേ. ഒരുപാട് മസിൽസ്, ടെൻഡൻസ്, മസിൽസ്, ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് മസ്കുലാർ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ബോഡി മൂവ്മെൻറ്റ്സ്. ഇറ്റ് മെയിൻറ്റെയിൻസ് പോസ്റ്റേഴ്സ് അല്ലേ. നമുക്കൊന്ന് കുറച്ച് നേരം നിൽക്കണമെങ്കിൽ, നമുക്ക് കുറച്ച് നേരം ഇരിക്കണമെങ്കിൽ, നമുക്ക് കുറച്ച് നേരം ഒന്ന് സ്ലോ ആയിട്ട് നടക്കാനൊക്കെ ആണെങ്കിൽ പോസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാട് മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നതാണ് മസിൽസ്. ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസസ് ഹീറ്റ് അല്ലേ. നമുക്ക് ആവശ്യത്തിന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മസിൽസിൻ്റെ സഹായത്തോടെയാണ്. ഫോർത്ത് വൺ ഈസ് നെർവസ് സിസ്റ്റം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം അല്ലേ. നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളത്? ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ്. ഒരു ഹ്യൂമൻ ബോഡിയുടെ മെയിൻ പാർട്ടാണ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ഈ മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത്. ഈ ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ ടു റെഗുലേറ്റ് ദ ബോഡി ആക്ടിവിറ്റീസ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. ആക്ഷൻ പൊട്ടൻഷ്യൽ, നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തിട്ട് ബോഡി ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് മെയിനായിട്ടും ആർക്കുള്ളത്? നെർവസ് സിസ്റ്റത്തിനുള്ളത്. നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ഇറ്റ് ഓൾസോ ഡിറ്റക്ട്സ് ചേഞ്ചസ് ഇൻ ദ ബോഡി ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്സ്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നത് നെർവസ് സിസ്റ്റമാണ്.
ഇറ്റ് റെസ്പോൺസ് ബൈ മസ്കുലാർ കോൺട്രാക്ഷൻ ഓർ ഗ്ലാൻഡുലാർ സെക്രീഷൻ. അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും റെസ്പോൺസ് തരണമെങ്കിൽ എയ്തർ മസിൽസ് കോൺട്രാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്ലാൻഡുലാർ സെക്രീഷൻസ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്തിട്ടോ ആയിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക. ദിസ് ഇസ് ദി ഫോർത്ത് സിസ്റ്റം, നെർവ് സിസ്റ്റം. ഫിഫ്ത്ത് വൺ ഈസ് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ഹോർമോൺസ്. നമ്മളിന്ന് മുന്നേ പറഞ്ഞു, നമ്മളെ നെർവസ് സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നത് ഗ്ലാൻഡുലാർ സെക്രീഷൻസ് വഴിയും അല്ലെങ്കിൽ മസിൽ കോൺട്രാക്ഷൻ വഴിയായിരിക്കും. സോ ആ ഗ്ലാൻഡുലാർ സെക്രീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം, അതർവൈസ് നോൺ ആസ് ഹോർമോൺ സിസ്റ്റം അല്ലേ. ഹോർമോൺസ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കെമിക്കലാണ് ഹോർമോൺ എന്ന് പറയുന്നത്. സോ ഹോർമോൺസ് റെഗുലേറ്റ് ദ ബോഡി ആക്ടിവിറ്റീസ് ബൈ റിലീസിങ് ദി ഹോർമോൺസ്. ഹോർമോൺസ് റിലീസ് ചെയ്തിട്ടായിരിക്കും ബോഡി ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാം, തൈറോയ്ഡ് ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, ടെസ്റ്റിസ്, മെയിലിനാണെങ്കിൽ ടെസ്റ്റിസ് അല്ലേ, അവരൊക്കെ ഹോർമോൺ പ്രൊഡ്യൂസിങ് ഓർഗൻസ് ആണ്. സിക്സ്ത് വൺ ഈസ് കാർഡിയോവാസ്കുലർ സിസ്റ്റം, അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം. എന്താ കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ബ്ലഡ് ആൻഡ് ഹാർട്ട് അല്ലേ. ബ്ലഡും ഹാർട്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള സിസ്റ്റമാണ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. ബ്ലഡ് വെസൽസ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, വെയിൻ ഉണ്ട്, ആർട്ടറീസ് ഉണ്ട്. ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഫോം ചെയ്യുന്നത്. ഹാർട്ട് പമ്പ്സ് ബ്ലഡ് ത്രൂ ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസ് വഴി ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഹാർട്ടിനുള്ളത്. ദിസ് ബ്ലഡ് ക്യാരീസ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു സെൽസ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വേസ്റ്റ് അവേ ഫ്രം സെൽസ്. സെൽസിലേക്കുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ക്യാരി ചെയ്യുന്ന ഫംഗ്ഷനാണ് ബ്ലഡിനുള്ളത്. അതേപോലെ തന്നെ സെൽസിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സും കാർബൺ ഡയോക്സൈഡും ഡിസ്പോസ് ചെയ്യുന്നതും ബ്ലഡ് വഴിയാണ്. ഇറ്റ് റെഗുലേറ്റ് ആസിഡ് ബേസ് ബാലൻസ്, ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ കണ്ടന്റ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. നമ്മളെ ബോഡി ഫ്ലൂയിഡ്സിലുള്ള വാട്ടർ കണ്ടന്റ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ആസിഡ് ബേസ് ബാലൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ്. ആൻഡ് ഓൾസോ ഹെൽപ്സ് ടു ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ഡിസീസസ് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് ബ്ലഡ് വെസൽസ്. എന്തെങ്കിലും ഡിസീസസ് വരുമ്പോൾ അതിനെതിരായിട്ട് പ്രതികരിക്കുന്നതും ഡാമേജ്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് റിപ്പയർ ചെയ്യുന്നതൊക്കെ ഈ കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ്. ദിസ് ഈസ് ദി അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം. സെവൻത്ത് വൺ ഈസ് ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റം ആൻഡ് ഇമ്മ്യൂണിറ്റി ആണ് സെവൻത്ത് വൺ. ലിംഫാറ്റിക് ഫ്ലൂയിഡ്സും വെസൽസും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ലിംഫാറ്റിക് സിസ്റ്റം ആൻഡ് ഇമ്മ്യൂണിറ്റി വരുന്നത്. ഇറ്റ് റിട്ടേൺസ് പ്രോട്ടീൻസ് ആൻഡ് ഫ്ലൂയിഡ്സ് ടു ബ്ലഡ്. നമ്മളെ ശരീരത്തിൽ വേണ്ട പ്രോട്ടീൻസും ഫ്ലൂയിഡ്സും അബ്സോർബ് ചെയ്ത് തിരിച്ച് ബ്ലഡിലേക്ക് റിട്ടേൺ ചെയ്യാൻ സഹായിക്കുന്ന സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം. ഇറ്റ് കണ്ടെയ്ൻസ് സൈറ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് പ്രോലിഫറേഷൻ ഓഫ് ബി സെൽസ് ആൻഡ് ടി സെൽസ്. വൺസ് നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും ആൻറ്റിജൻസ് അല്ലെങ്കിൽ ഒരു ഡിസീസ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് ആണ് ബി സെൽസ് ആൻഡ് ടി സെൽസ്. ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് ആണ് ബി സെൽസും ടി സെൽസും. ആ ബി സെൽസും ടി സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നതും മെച്യൂർ ചെയ്യുന്നതും പ്രോലിഫറേഷനൊക്കെ നടക്കുന്നത് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിലാണ്. ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാം, ഫാരിഞ്ചൽ ടോൺസിൽസ്, പലാറ്റിൻ ടോൺസിൽ, ലിംഗ്വൽ ടോൺസിൽസ്, തൈമസ്, thoracic duct, spleen, red bone marrow, lymph node, lymphatic vessel. ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ലിംഫാറ്റിക് സിസ്റ്റം ആസ് വെൽ ആസ് ഇമ്മ്യൂണിറ്റി ഫോം ചെയ്തിരിക്കുന്നത്. എയ്ത്ത് വൺ ഈസ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റം എന്താ? നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ. ലങ്സ്, എയർ പാസേജ് വേസ്, നോസ്, ലാരിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് റെസ്പിറേറ്ററി സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത്. It transfer oxygen from inhaled air into blood and carbon dioxide from blood to exhaled air. നമ്മൾ ഉള്ളിലേക്ക് ഓക്സിജൻ വലിക്കാനും ഉള്ളിലുള്ള കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കളയാനും വേണ്ടി സഹായിക്കുന്ന സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ ബ്രീത്തിങ്ങിന് വേണ്ടി സഹായിക്കുന്ന സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം. ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ആസിഡ് ബേസ് ബാലൻസ്. ആസിഡ് ബേസ് ബാലൻസ് റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ് റെസ്പിറേറ്ററി സിസ്റ്റം. It includes pharynx, larynx, trachea, nasal cavity, bronchus, lungs. ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് റെസ്പിറേറ്ററി സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓർഗൻസ് ഓഫ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ആൻഡ് ആക്സസറി ഓർഗൻസ് അല്ലേ. GIT-യിലുള്ള ഓർഗൻസും ആക്സസറി ഓർഗൻസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത്. ഡയഗ്രത്തിൽ നമുക്ക് കാണാം, സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, മൗത്ത് ഉണ്ട്, ഫാരിങ്സ്, ഇസോഫാഗസ്, ലിവർ, ഗോൾ ബ്ലേഡർ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്, പാൻക്രിയാസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, റെക്ടം, ഏനസ്.
ഇത് കംപ്ലീറ്റ് അടങ്ങുന്ന ഒരു സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇറ്റ് അച്ചീവ്സ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസിനെ കെമിക്കലി ഫിസിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇറ്റ് അബ്സോർബ് ന്യൂട്രിയൻസ് ആൻഡ് എക്സ്ക്രീറ്റ് സോളിഡ് വേസ്റ്റ്. ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുകയും അതുപോലെ തന്നെ വേസ്റ്റ് പ്രൊഡക്ട്സ് എക്സ്ക്രീറ്റ് ചെയ്യുകയും സഹായിക്കുന്ന സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നെക്സ്റ്റ് വൺ ഈസ് യൂറിനറി സിസ്റ്റം. ഇറ്റ് ഇൻക്ലൂഡ്സ് കിഡ്നി, യുറേറ്റർ, യൂറിനറി ബ്ലാഡർ ആൻഡ് യുറേത്ര. ഇത്രയും അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് യൂറിനറി സിസ്റ്റം. ഇറ്റ് പ്രൊഡ്യൂസസ്, സ്റ്റോർസ് ആൻഡ് എലിമിനേറ്റ് യൂറിൻ. അല്ലേ, നമ്മുടെ ശരീരത്തിൽ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാനും ആ പ്രൊഡ്യൂസ് ചെയ്ത യൂറിനെ സ്റ്റോർ ചെയ്യാനും അതാത് സമയത്ത് എലിമിനേറ്റ് ചെയ്യാനും സഹായിക്കുന്ന സിസ്റ്റമാണ് യൂറിനറി സിസ്റ്റം. ഇറ്റ് റെഗുലേറ്റ്സ് വോളിയം ആൻഡ് കെമിക്കൽ കോമ്പസിഷൻ ഓഫ് ബ്ലഡ്. നമ്മുടെ ബ്ലഡിൻ്റെ വോളിയം അതുപോലെ തന്നെ ബ്ലഡിൻ്റെ കെമിക്കൽ കോമ്പസിഷനും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സിസ്റ്റമാണ് യൂറിനറി സിസ്റ്റം. ഇറ്റ് മെയിൻറ്റെയിൻസ് ആസിഡ് ബേസ് ബാലൻസ്. ആസിഡ് ബേസ് ബാലൻസും റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇറ്റ് റെഗുലേറ്റ് പ്രൊഡക്ഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. RBC പ്രൊഡക്ഷൻ നടക്കുന്ന റെഗുലേറ്റ് ചെയ്യാനും യൂറിനറി സിസ്റ്റം സഹായിക്കുന്നുണ്ട്. The last system is reproductive system. It includes gonads and associated organs, mammary glands. ഇത്രയുമാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ള ഓർഗൻസ്. ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ ഡയഗ്രത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Gonads produce gametes that unite to produce new organs. Gonads gametes പ്രൊഡ്യൂസ് ചെയ്യും, ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ. ആ ഗാമേറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് പുതിയൊരു ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇറ്റ് റിലീസസ് ഹോർമോൺസ് റെഗുലേറ്റ് റീപ്രൊഡക്ഷൻ ആൻഡ് അതർ ബോഡി പ്രോസസ്. റീപ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നതും വേറെ അതർ ബോഡി പ്രോസസ്സിന് വേണ്ടി സഹായിക്കുന്ന ഹോർമോൺസ് റിലീസ് ചെയ്യാൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യാറുണ്ട്. മാമറി ഗ്ലാൻഡ്സ് ഇറ്റ് പ്രൊഡ്യൂസ് മിൽക്ക്. അല്ലേ, മാമറി ഗ്ലാൻഡ്സ് ആണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ 11th സിസ്റ്റം ഓഫ് അവർ ബോഡി. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഹ്യൂമൻ ബോഡി, ഹ്യൂമൻ ബോഡി നമ്മൾ പഠിക്കണമെങ്കിൽ എന്തൊക്കെ ബ്രാഞ്ചസ് അറിഞ്ഞിരിക്കണം? അനാട്ടോമി അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഫിസിയോളജി എന്ന് പറയുന്നൊരു ബ്രാഞ്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അനാട്ടോമി എന്ന് പറയുന്നത് സ്ട്രക്ചേഴ്സ്, അല്ലേ, സ്ട്രക്ചേഴ്സ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫിസിയോളജി എന്ന് പറയുന്നത് ആ സ്ട്രക്ചേഴ്സിൻ്റെ ഫങ്ഷൻസ് അറിഞ്ഞിരിക്കണം. അങ്ങനെ 2 രീതിയിലുള്ള ബ്രാഞ്ചസ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഹ്യൂമൻ ബോഡിയിലേക്ക് നമുക്കൊരു ജേർണി ബിഗിൻ ചെയ്യാൻ പറ്റൂ. സോ അനാട്ടോമി ആൻഡ് ഫിസിയോളജിയുടെ സ്കോപ്പ് പറയുകയാണെങ്കിൽ അനാട്ടോമി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ബ്രാഞ്ചസ് അറിയാൻ പറ്റും, അതുപോലെ തന്നെ ഫിസിയോളജി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ബ്രാഞ്ചസ് പറയാൻ പറ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലൈക്ക് എംബ്രിയോളജി, റീനൽ ഫിസിയോളജി, പാത്തോഫിസിയോളജി, അങ്ങനെ ഒരുപാട് മേഖലകൾ, ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അനാട്ടോമി ആൻഡ് ഫിസിയോളജി പഠിച്ചു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വി മൂവ് ഓൺ ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. ഒരു ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നടന്നു കഴിഞ്ഞാലാണ് ഒരു ഓർഗാനിസം ഫോം ചെയ്യുന്നത്? സോ ഫസ്റ്റ് കെമിക്കൽ, അല്ലേ, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. സെക്കൻഡ് വൺ ഈസ് സെൽ, അല്ലേ, സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ. തേർഡ് വൺ ഈസ് ടിഷ്യൂ. ഫോർത്ത് വൺ ഈസ് ഓർഗൻ സിസ്റ്റം മൂവിങ് ടു ഓർഗാനിസം. അങ്ങനെ 6 ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് നമ്മുടെ ബോഡിയിൽ ഒരു ഓർഗാനിസം ഉണ്ടാകാൻ വേണ്ടി നടന്നു കഴിഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ നോക്കി. ലാസ്റ്റ് വൺ ഈസ് ബോഡി സിസ്റ്റം, അല്ലേ. 11 ബോഡി സിസ്റ്റമാണ് ഒരു ഹ്യൂമൻ ബോഡിയിലുള്ളത്. എന്തൊക്കെയാണ്? ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം, സ്കെലറ്റൽ സിസ്റ്റം, മസ്കുലാർ സിസ്റ്റം, പിന്നെ നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, കാർഡിയോവാസ്കുലാർ സിസ്റ്റം, ലിംഫാറ്റിക് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, യൂറിനറി സിസ്റ്റം ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സോ ഇന്ന് നമ്മൾ ഇത്രയുമാണ് നോക്കിയിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡിയിലെ 3 പോർഷൻസ് ആണ് ഇന്ന് നോക്കിയിരിക്കുന്നത്. I hope you understood the class. If any doubts, please നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. താങ്ക് യു.